70-75 വയസ്സ് കാണും സ്ത്രീക്ക്. കണ്ടാൽ ഒരു മാനസിക രോഗിയാണെന്ന് തോന്നും. മോനെ എന്റെ പട്ടയം തന്നെ എന്ന് പറഞ്ഞു. ഈ അമ്മച്ചിയുടെ മുഖം ഇങ്ങനെ എന്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. അപ്പൊ ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഓർത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മേലോട്ട് നോക്കിയപ്പോൾ കുറെ ഫയലുകൾ ഇങ്ങനെ പൊട്ടി പിടിച്ചിരിക്കുന്നു. ഞാൻ മേശയിൽ കയറി നിന്ന് ഒരു ഫയൽ കെട്ട് പിടിക്കുകയും അത് പൊട്ടിപ്പോയി. ഒരു ഫയൽ എന്റെ മുമ്പിൽ വന്നിട്ട് തുറന്നു കിടക്കുക. ഒറിജിനൽ പട്ടയം എടുത്തു നോക്കിയപ്പോൾ അതിന്റെ പേര് കാർത്തിയായനി എന്നാണ്. എന്റെ ഈ ഒരു ഹൗസിംഗ് ലോൺ കൊടുത്തിരുന്നു, ഒരു 3000 രൂപ 5000 രൂപ. അപ്പൊ അന്ന് ഇവരുടെയൊക്കെ പട്ടയവും പ്രമാണവും ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് ഈ ഹൗസിംഗ് ലോൺ കൊടുത്തിരുന്നത്. ഇത് പിന്നീട് എഴുതി തള്ളിയായിരുന്നു. ഈ ലോൺ എഴുതി തള്ളിയപ്പോൾ അറിയാവുന്നവരൊക്കെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി. ഈ അമ്മച്ചി ഇത് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്ന സത്യമാണ്. ഇതൊന്നും നോക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു മൊബൈലിന്റെ ടോർച്ച് വിളിച്ചിട്ട് ഞങ്ങൾ ഈ വീട് അന്വേഷിച്ചു പോവുക. ഈ വീട് അന്വേഷിച്ചപ്പോ ഒരു ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഇരുണ്ട് കിടക്കുന്ന ഒരു പഴയ വീട്. ഒരു മണ്ണെണ്ണ ചിമ്മിനി പോലും കത്തിച്ചു വെക്കാൻ നിവൃത്തിയില്ലവർക്ക്. അവരുടെതാണ് വീട്. ഈ അമ്മച്ചി ഒരു മാനസിക രോഗിയായ മകനെ കാവലിരിക്കുന്ന അമ്മയാണ്. ആ അമ്മച്ചിയാണ് ഈ പട്ടയം തിരക്കിയിട്ട് വർഷങ്ങളായി ഈ വില്ലേജിലേക്ക് വരുന്നത്. കാരണം ഇതാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്നവന്റെ വികാരം അറിയുന്നില്ല. എത്രയോ ആളുകൾ പാവങ്ങൾ ഇങ്ങനെ വില്ലേജിലും താലൂക്കിലും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ അവരുടെ വികാരം എന്തെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യം. അതെന്റെ ജീവിതത്തിൽ ഇന്നും ഓർമ്മയായി നിൽക്കുന്ന വേറെ ഒരുപാട് അനുഭവം ഉണ്ട് അല്ലാതെ തന്നെ. പക്ഷെ ഇത് എന്റെ ജീവിതത്തിൽ ടച്ചിങ് ആയിട്ട് ഇപ്പോഴും നിൽക്കണം.